കാസർഗോഡ് ബേവിഞ്ചയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. NH-66 മണ്ണിടിഞ്ഞത്. പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം തുടരും. മണ്ണിടിച്ചിലിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ 24 ലഭ്യമായിട്ടുണ്ട്. അതിലേക്കാണ് ആദ്യം. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി കാസർഗോട്ട് നിന്ന് ചേരുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ, നേരത്തെ തന്നെ അവിടെയുള്ള പ്രദേശവാസികളൊക്കെ ചൂണ്ടിക്കാട്ടിയതാണ് മഴ കനക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന കാര്യം. പക്ഷേ അതൊന്നാരും മുഖവിലേക്കെടുത്തില്ല. അവർ പറയുന്നത് ഗൗരവത്തോടെ കേട്ടതുമില്ല. ഇപ്പോഴിതാ തുടർച്ചയായി ദേശീയപാതയിൽ ആ മേഖലയിൽ ഇങ്ങനെ മണ്ണിടിയുന്നു. അപകടം തലനാരിഴയ്ക്ക് ഒഴിവാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ മണ്ണ് നീക്കുന്ന നടപടിയും മഴ ഇങ്ങനെ ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു വെല്ലുവിളിയാണല്ലോ അരുൺ പാറയ്ക്കൽ. റിജിത്ത്, അതുതന്നെയാണ്. ഈ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്കാണ് ഈ മണ്ണിൻ്റെ ഒരു ഘടനയെക്കുറിച്ച് അറിയാൻ സാധിക്കൂ. ഈ മണ്ണിന് എത്രത്തോളം ഉറപ്പുണ്ട്, ഇങ്ങനെ മണ്ണിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതെവിടെ നിലനിൽക്കുമോ എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നാട്ടുകാർക്കാണ് ഒരു അറിവുണ്ടാവുക. അവർ കുറേ കാലമായി ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. പക്ഷേ അതൊന്നും ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ ഈ മേഘ കമ്പനിയോ ഒന്നും ചെവിക്കൊണ്ടില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു പരിണത ഫലമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇവിടെ ഇങ്ങനെ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ബേവിഞ്ചയിലാണ്. NH-66 മംഗലാപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന പാതയാണ്. തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടാകുന്നു. നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ അകലെ അപ്പുറത്തും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ ഇപ്പോൾ 3 ദിവസമായി അതിതീവ്ര മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബേവിഞ്ച മാത്രമല്ല, തെക്കിൽ ചട്ടഞ്ചാൽ, വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് തുടങ്ങി അങ്ങനെ ഒട്ടനവധി പ്രദേശങ്ങൾ, ഈ ദേശീയപാത കടന്നു പോകുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ്. ഈ പ്രദേശങ്ങളൊക്കെ തന്നെ നിർമ്മാണ ചുമതല മേഘ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ തുടർച്ചയായി മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ മൂന്നാമത്തെ തവണയാണ്. കൊട്ടിഘോഷിക്കപ്പെട്ട ദേശീയപാതയാണ്. പക്ഷേ ഖേദകരമെന്ന് പറഞ്ഞാൽ ലജ്ജാകരമാണ്. ഒരു പഞ്ചായത്ത് റോഡിൻ്റെ സ്റ്റാൻഡേർഡ് പോലും ഇല്ലാതെയാണ് ഈ റോഡ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ തുടക്കത്തിൽ തന്നെ ജനപ്രതിനിധികളും നാട്ടുകാരൊക്കെ എൻ്റെ കൂടെയുണ്ട്. ഞങ്ങളൊക്കെ പറഞ്ഞതാണ് ഇതിൽ വളരെയധികം അപാകതകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരിടത്തും ഈ സർവീസ് റോഡില്ലാതെ NH ഒരിടത്തും പണിതിട്ടുണ്ടാവില്ല. ഇവിടെ മാത്രമാണ് സർവീസ് റോഡില്ലാത്തത്. മാത്രവുമല്ല, ഡ്രെയിനേജ് ഇല്ല. ഈ അപാകതകളൊക്കെ ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. ഇതിന് തീരെ ഒരു വർഷത്തെ ആയുസ് പോലും ഇതിനുണ്ടായിരിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് സംഭവിച്ചു ഇവിടെ. അന്ന് ഞങ്ങൾ പറഞ്ഞ ഇല്ല, ഇത് വല്ലാത്തൊരു ടെക്നോളജിയാണ്, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, നിങ്ങളുടെ തലയിലൊന്നും ഇത് കയറില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ദേശീയപാത നിർമ്മാണ സമയത്തെ നമ്മൾ ജനപ്രതിനിധികളുടെ യോഗം വിളിക്കുമല്ലോ. യോഗം വിളിക്കുന്ന സമയത്ത് ഇതിൻ്റെ അലൈൻമെൻറ്റിനെ കുറിച്ച്, ഈ പാത കടന്നു പോകുന്ന സ്ഥലങ്ങളുടെ ഒരു ഭൂഘടനയെക്കുറിച്ച്, ഭൂമിക്ക് എത്രത്തോളം ഉറപ്പുണ്ട്, മണ്ണിൻ്റെ ഒരു ഘടനയെക്കുറിച്ചൊക്കെ നമ്മളെ പരിശോധിക്കും, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അതൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മാസവും യോഗം വിളിക്കുമായിരുന്നു. ആ യോഗത്തിൽ ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടത് ഇതിൻ്റെ DPR ഒന്ന് തരണമെന്ന്, ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട്. DPR ഉണ്ടാവില്ല ഏതൊരു പദ്ധതിക്കായാലും. അതായത് 5 ലക്ഷം ചെലവഴിച്ചാണ് ഒരു നാട്ടിൽ റോഡ് ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു DPR ഉണ്ടാകും. ഇനി 5 കോടിയുടെ റോഡാണ്, അതിന് DPR ഉണ്ടാകും. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഈ ദേശീയപാതക്ക് ഒരു DPR ഉണ്ടാകും. ആ DPR ജനപ്രതിനിധികൾ ചോദിച്ചിട്ട് പോലും തന്നിട്ടില്ല. ഇതുവരെ ഞങ്ങൾക്കറിയില്ല അതിൻ്റെ DPR. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നിഗൂഢതയുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ പേരിൽ ഇവിടെ വലിയ മണ്ണ് കച്ചവടമാണ് നടന്നിട്ടുള്ളത്, മണൽ കച്ചവടമാണ് നടന്നിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ വലിയ കൊള്ളസംഘം പ്രവർത്തിക്കുന്നുണ്ട്. ആ കൊള്ളസംഘത്തിനാണ് ഇവർ എല്ലാവിധ ഒത്താശയും ചെയ്തത്. അതിൻ്റെ പരിണത ഫലമാണിത്. ഇതിൻ്റെ ദുരിതം അനുഭവിക്കുവാൻ നാട്ടുകാർ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. റിജിത്ത്, ഇത് തന്നെയാണ് MLA പറഞ്ഞതുപോലെ തന്നെ ജനപ്രതിനിധികൾ എല്ലാവരും നേരത്തെ ഇതിൻ്റെ DPRും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ദേശീയപാത കടന്നു പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് നാട്ടുകാരുടെ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ തേടിയിരുന്നു. പക്ഷേ അതൊന്നും മുഖവിലേക്കെടുക്കാതെയാണ് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഈ മേഘ കൺസ്ട്രക്ഷൻ കമ്പനി. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകുന്നത്. ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ അവിടെയുള്ള ജനപ്രതിനിധികൾ, നാട്ടുകാരൊക്കെ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയതാണ്. മഴയൊന്ന് ശക്തമായാൽ ഇങ്ങനെ മണ്ണ് കുത്തനെ ഇടിഞ്ഞ് താഴേക്ക് പതിക്കും എന്നുള്ള അപകട സാഹചര്യം ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ ആരും അത് ചെവിക്കൊണ്ടില്ല. ഇന്നിതാ തുടർച്ചയായി ഇന്നത്തെ ദിവസം മാത്രം 3 തവണയാണ് അവിടെ മണ്ണ് ഇടിഞ്ഞിരിക്കുന്നത്. ഒരാൾക്ക് ജീവൻ നഷ്ടമാവുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ പോയേക്കാവുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടാകും. കുത്തനെ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് റോഡിലേക്ക് വീഴുന്ന നിലയാണ്. വലിയ രീതിയിൽ ഗതാഗത തടസ്സമടക്കം ഇപ്പോൾ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ സംഭവ സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.